സാങ്കേതിക സർവകലാശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കേണ്ടത് വൈസ് ചാൻസലറാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറയുന്നു. സാങ്കേതിക സർവകലാശാലയിലെ പ്രശ്നങ്ങൾ സർക്കാർ പരിശോധിക്കുമെന്നും ഡോക്ടർ ബിന്ദു 24നോട്. VCയും സർക്കാരും തമ്മിലുള്ള പോര് മൂലം പരീക്ഷാ നടത്തിപ്പ് ഉൾപ്പെടെ താറുമാറായി എന്ന 24 വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിലുള്ള പോരിൽ സാങ്കേതിക സർവകലാശാല നേരിടുന്ന പ്രതിസന്ധിയിൽ സർക്കാർ സിൻഡിക്കേറ്റിനൊപ്പമാണ്. സർവകലാശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് വൈസ് ചാൻസലറുടെ ഉത്തരവാദിത്തമാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. അതൊക്കെ വളരെ കൃത്യതയോടുകൂടി നടന്നിരുന്നല്ലോ. ഏറ്റവും നല്ല നിലയിലാണ് അത്. ഡോക്ടർ സജ്ജി ഗോപിനാഥ് വൈസ് ചാൻസലർ ആയിരുന്ന സന്ദർഭത്തിൽ ഏറ്റവും നല്ല നിലയിൽ KTU പ്രവർത്തിച്ച ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. അതിനുശേഷം നിയോഗിതനായിട്ടുള്ള വൈസ് ചാൻസലറോട് നിങ്ങൾ അന്വേഷിക്കൂ, ഞാൻ അന്വേഷിക്കുന്നുണ്ട്, നമുക്ക് ഇടപെടേണ്ടതുണ്ട്. പരീക്ഷ നടത്തിപ്പിലും ഫലപ്രഖ്യാപനത്തിലും സർട്ടിഫിക്കറ്റ് വിതരണത്തിലും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിച്ച് ഇടപെടാനാണ് സർക്കാരിന്റെ നീക്കം. ഇപ്പോൾ നിയമിതനായിട്ടുള്ള വൈസ് ചാൻസലർക്ക് കുറെ കൂടി ആ കാര്യങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് പരിശോധിക്കുന്നുണ്ട്. സർവകലാശാലയിലെ ഭരണസമരം ഒഴിവാക്കാനായി സിൻഡിക്കേറ്റ് പുനഃസംഘടനയും സർക്കാർ വൈകാതെ നടത്തിയേക്കും. 24 തിരുവനന്തപുരം.